ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. എന്താ കാണിക്കുന്നത്? എന്താ ഒരു കാര്യമില്ലാതെ ഒരു വീട് കയറി ആക്രമിക്കുക. എന്താ താൻ വീട്ടിൽ പോടോ. സാറേ, സാറ് കാര്യം ഇടപെടരുത്. തന്നോട് പോകാനല്ലേ പറഞ്ഞത്? നിങ്ങൾ രണ്ടും ഒന്നായല്ലേ? കാണിച്ചു തരാം ഞാൻ. ഒരു പോലീസുകാരൻ കൂട്ടണമെന്ന് കരുതി എന്ത് തെമ്മാർത്തരം കാണിക്കാന്ന് വിചാരിക്കരുത്. പോടാ, നമ്മൾ തിരിച്ചു വരും കൂടുതൽ കരുത്തോടെ. തടയാമെങ്കിൽ തടഞ്ഞോടോ മാപ്പിളെ. പോടാ പോടാ, ഈ പരിസരത്തിനെ കണ്ടുവരുത്. പോടാ പോടാ. ഏതായാലും സാറിപ്പോ വന്നത് നന്നായി. എന്നെ സഹായിക്കാൻ ഒരാളായല്ലോ. അല്ല, നിങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞോ? ആ, ചെറിയൊരു സ്വത്ത് തർക്കം. അല്ല, സാർ എന്നതിനാ വന്നത്? തനിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതിയാ? അതെ, താൻ മായാലക്ഷ്മി IAS വിളിച്ചായിരുന്നു. വിളിച്ചല്ലോ. എന്തിന്? അത് കൊള്ളാലോ. അവരുടെ മകളെ കിട്ടിയോന്നറിയാൻ അവരെ അല്ലാതെ പിന്നെ ആരെ വിളിക്കാനാ? എന്നിട്ട് താൻ ചോദിച്ചത് ശ്രീനിവാസ സാറിനെ ആണല്ലോ. അതാണല്ലോ സാറെ കുടുംബത്തിൽ പിറന്നവരുടെ ലക്ഷണം. നമ്മൾ വീട്ടിലുള്ള ആണുങ്ങളോടല്ലേ സംസാരിക്കുക. അവരെ കിട്ടിയില്ലെങ്കിലല്ലേ പിന്നെ പെണ്ണുങ്ങളോട് ചോദിക്കൂ. ശ്രീനിവാസൻ സാർ ഉണ്ടോന്ന് ചോദിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അല്ല, അതിലെന്നാ സാറേ തെറ്റ്? ഇത് അന്വേഷിക്കാനാണോ സാർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഹൈറേഞ്ച് കയറി ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ പോലീസുകാരുടെ കാര്യം കഷ്ടം തന്നെ. സാർ ഒന്നെന്നെ ഫോൺ വിളിച്ച് ചോദിച്ചാൽ മതിയായിരുന്നില്ലേ? ഞാൻ മണിമണി പോലെ പറയത്തില്ലയോ. ആ, സാർ വന്നാട്ടെ, അകത്തിരുന്ന് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. വേണ്ട, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. എന്നാലും സാർ ഇവിടം വരെ വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ പോവാന്നൊക്കെ വെച്ചാ. താങ്ക്സ്. സാറേ, ഒരു മിനിറ്റ്. സാറേ, സാറോട് എനിക്കൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. ആ തെമ്മാടികളുടെ കയ്യിൽ നിന്ന് എന്റെ ജീവൻ രക്ഷിച്ചതിന്. അയാള് വെല്ലുവിളിച്ചിട്ടല്ലേ പോയിരിക്കുന്നേ. താൻ ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക. അതിന്റെ കാര്യമൊന്നുമില്ല സാറേ, നമ്മുടെ ബാവുവാ. പിന്നെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിന്നേ ഉള്ളൂ. സാറ് നോക്കിക്കോ, 2 ദിവസം കഴിയുമ്പോഴേക്കും ഇവിടെ വന്നങ്ങ് മാപ്പ് പറയും. ശുദ്ധനാ. പിന്നെ സാറേ, ആ കൊച്ചിനെ പറ്റി വലിയ വിവരം കിട്ടിയ ഒന്ന് അറിയിക്കണം സാറേ. ഹര ഹരോ ഹര 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 ഹരോ ഹര ഹര. എന്റെ വേൽമുരുക, പളനിയാണ്ടവനെ, വേലായുധ, എന്റെ നേർച്ചയും പ്രാർത്ഥനയും നീ കൈക്കൊള്ളണേ. ഒരാപത്തും കൂടാതെ എന്റെ ആദ്യമോനും പൂജമോളും തിരിച്ചെത്തണേ. തടസ്സങ്ങളൊന്നും കൂടാതെ അവരുടെ വിവാഹം നടത്തി തരണേ. സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം അവർക്കുണ്ടാകണേ. അവര് തിരികെ എത്തുമ്പോ ഞാൻ അവരെ ഈ നടയിൽ കൊണ്ടുവന്ന് വഴിപാടുകൾ നടത്തിയേക്കാവേ. എന്നെ കൈവടിയല്ലേ.
എന്റെ കാർത്തികേയ സ്വാമി. ഹലോ ആരാടാ? കുറച്ച് ദിവസമായിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നുണ്ട്. എപ്പോൾ വിളിച്ചാലും നീ ഔട്ട് ഓഫ് റേഞ്ചാ. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ നിന്റെ മുത്തശ്ശിയെ കണ്ടിരുന്നു. എന്നിട്ട് മുത്തശ്ശി എന്ത് പറഞ്ഞു? ഞാൻ കണ്ടതേ ഉള്ളൂ, മുത്തശ്ശി എന്നെ കണ്ടില്ല. നീ എന്താടാ ഈ പറയുന്നേ? അതേ അളിയാ, നിന്റെ മുത്തശ്ശിയാകെ തകർന്ന അവസ്ഥയിലാ. എന്തു പറ്റി? ഞാൻ കാണുമ്പോ അതെ, ഈ കണ്ണീരിന് പരിഹാരം ഒന്നേ ഉള്ളൂ. ആദ്യം ഒരു തീരുമാനം എടുക്കണം. മുത്തശ്ശിയെ വേണോ അതോ പൂജയെ വേണോന്ന്. അല്ലാതെ ഇതിന് വേറൊരു സൊല്യൂഷൻ ഇല്ല. ഹലോ ഹലോ, ഉമാദത്ത, ഇത് ഞാൻ ശ്രീനിവാസൻ. മനസ്സിലായി. എന്താ സാറേ? കഴിഞ്ഞതൊക്കെ താൻ മറക്കണം.